തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുകയാണ്. ബി ജെ പി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും വ്യത്യസ്തരായ ആളുകളെ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത നേതാക്കളായിരിക്കും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. കേരളത്തിൽ സുരേഷ് ഗോപി ഒരിക്കലും ബി ജെ പിയുടെ ഒരു മുഖമായി വരുമെന്ന് വിചാരിച്ചില്ല. അവസാനം ബി ജെ പിയുടെ മന്ത്രി തന്നെയായി. അൽഫോൺസ് കണ്ണന്താനം അതുപോലെ വന്നു. നമ്മുടെ പിന്നെ എന്താ പറയുക, വിവിധ IPSകാർ ബി ജെ പിയിലേക്ക് പോയി. ശ്രീലേഖ IPS, ജേക്കബ് തോമസ്, പിന്നെ അബ്ദുള്ള കുട്ടിയൊക്കെ ബി ജെ പി പോകുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ആളുകളല്ലല്ലോ. അങ്ങനെ വ്യത്യസ്തമായ ആളുകളെ, സെൻകുമാർ, മുൻ DGP സെൻകുമാർ, വ്യത്യസ്തമായ ആളുകളെ പല സ്ഥലത്തും കൊണ്ടുപോകാറുണ്ട്. നരേന്ദ്രമോദി തന്നെ വന്നത് വലിയ വ്യത്യസ്തമായിട്ടല്ലേ. കാരണം LK അദ്വാനി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രഥയാത്ര നടത്തുന്നു. അതുപോലെ തന്നെ ബാബറി മസ്ജിദിൽ രാമയാത്ര നടത്തുന്നു. ഇതെല്ലാം നടത്തി ഇന്ത്യയിൽ വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കിയ നിന്നതിന് ശേഷം ആ ഹൈപ്പിലൂടെയൊക്കെ ബി ജെ പിക്ക് അധികാരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന, സാധാരണ ഒരു മുഖ്യമന്ത്രിയായിരുന്ന, പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപത്തിലൊക്കെ വലിയ പ്രതിസന്ധിയും ആക്ഷേപമൊക്കെ കേട്ട, അധിക്ഷേപമൊക്കെ കേട്ട നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത്. പലപ്പോഴും ബി ജെ പി ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ ചെയ്യാറുണ്ട്. പറഞ്ഞു വരുന്നത്, തമിഴ്നാട്ടിൽ ഇതുപോലെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. അണ്ണാമലൈ IPS, അദ്ദേഹം ഹൈദരാബാദിലായിരുന്നു. വളരെ സത്യസന്ധനായ IPSകാരനായിരുന്നു. ഒരുപാട് വലിയ തോതിലുള്ള നീതിമാനായ IPS ഓഫീസറായിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹം IPS ഓഫീസർ ആയിരിക്കുമ്പോൾ തന്നെ വലിയ വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ശുദ്ധമായ ഒരു രാഷ്ട്രീയം ഉണ്ടാകും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ നേതൃത്വത്തിൽ എന്ന് കരുതിയാണ് താൻ BJP ചേർന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെ ഇന്നുമായിട്ടൊക്കെ അദ്ദേഹം പത്രങ്ങളെ, ധാരാളമായി ചാനലുകളെയും പത്രങ്ങളെയും കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു വാർത്ത, ഞാൻ കൃഷി ചെയ്യാൻ പോകും, എനിക്ക് നാട്ടിൽ ഒരുപാട് കൃഷിയുണ്ട് അപ്പാക്കി. കാരണം തമിഴ്നാടാണല്ലോ, അപ്പോൾ ധാരാളം കൃഷിസ്ഥലമൊക്കെ ഉള്ളതാണ്. കൃഷിയൊക്കെ ചെയ്താലും നന്നായി ജീവിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ അപ്പായുടെ കൃഷിസ്ഥലം നോക്കി ഞാൻ കൃഷി ചെയ്ത് ജീവിക്കും എന്നൊരു വാചകം അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കി എന്നത് പോട്ടെ, കേന്ദ്രത്തിലേക്ക് എടുത്തുമില്ല. ഈ കേന്ദ്രത്തിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരള രാഷ്ട്രീയം തന്നെ കേന്ദ്രം കൈകാര്യം ചെയ്യുന്നതിലുള്ള ചില വിഷയങ്ങൾ. ഇപ്പോൾ CK ജാനു കേരളത്തിലെ ആദിവാസികളുടെ ഒരു മുഖമായിട്ടാണ് CK ജാനുവിൻ്റെ പാർട്ടി NDAയിൽ വന്നത്. എന്തുകൊണ്ട് CK ജാനുവിന് വലിയൊരു പദവിയെല്ലാം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു രാജ്യസഭ MPയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ കൊടുത്തുകൊണ്ട് CK ജാനുവിൻ്റെ വിഭാഗത്തെ കൊണ്ടു നിർത്താൻ കഴിഞ്ഞില്ല? തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങനെ എല്ലാം പറയുമ്പോഴും തുഷാർ വെള്ളാപ്പള്ളിയെ ഒരു MP സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ഒക്കെ കൊടുത്തുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയെ SNDP മുഴുവൻ, വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകളെ കൂടെ നിർത്താൻ BJPക്ക് കഴിയുന്നില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് BJPക്ക്. ഈ കൊണ്ടുപോകുന്ന പുതിയ ആളുകളെ ഒരുപാട് ആളുകൾ ആവേശത്തോടെ പോകും, പക്ഷേ പോയവരെ നിലനിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പരമ്പരാഗത ആളുകളുണ്ട് അതിനകത്ത്, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്നൊക്കെ ഉള്ള ചോദ്യമുണ്ട്. പക്ഷേ ഇത് ഒരു പരിഹരിച്ച് പോവേണ്ട ഒരു വിഷയമാണ്. തമിഴ്നാട്ടിൽ അണ്ണാമല വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അണ്ണാമല തന്നെയായിരുന്നു എല്ലാം. വലിയ ജാഥ നടത്തി, യാത്രകൾ നടത്തി, ചാട്ടവാറ് കൊണ്ട് പുറത്തടിക്കുന്ന കാര്യം കണ്ടു, ശൂലം കുത്തിക്കയറ്റുന്ന കാര്യം കണ്ടു. സത്യത്തിന് വേണ്ടി അദ്ദേഹം വളരെ വലിയ തോതിലാണ് തമിഴ്നാട് ജനതയെ കയ്യിലെടുക്കാൻ ശ്രമിച്ചത്. അത് ഒരു പരിധിവരെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. അവിടുത്തെ BJPയുടെ മറ്റ് നേതാക്കൾ പറയുന്നത് കേൾക്കാതെ കേന്ദ്രം ഇദ്ദേഹത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. പക്ഷേ അതിനതൊരു ഗുണം കിട്ടിയില്ല. അദ്ദേഹത്തിന് അത് വിജയിച്ചെടുപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നോട്ടപ്പുള്ളിയായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാതായി. പിന്നെ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി പുതിയ BJP പ്രസിഡന്റ് വന്നു. അപ്പോൾ പുതിയ BJP പ്രസിഡന്റ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് അണ്ണാമലയെ കൊണ്ടുപോകുമെന്നാണ് കേട്ടത്. പക്ഷേ അദ്ദേഹത്തിനെ ഒന്ന് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, അണ്ണാമല അപ്രസക്തമാകുന്ന രീതിയിലാണ് തമിഴ്നാട് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അപ്പുറത്ത് വിജയിയുടെ രംഗപ്രവേശം വന്നിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയം നമ്മൾ വിലയിരുത്തുമ്പോൾ അണ്ണാമലയെ മാത്രം സംസാരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. വിജയ് കയറി വന്നിട്ടുണ്ട്. വിജയിയുടെ ഇപ്പോൾ കരൂരിലുണ്ടായ അപകടത്തിൽ വിജയ് ആളുകൾക്കെല്ലാം 20 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീടുകളിൽ എല്ലാ മാസവും 5000 രൂപ കൊടുക്കുമെന്ന് പറയുന്നു. വലിയ സാമ്പത്തിക സഹായമാണ് ആ വീട്. ഇതിൽ ഏതോ ഒരു വീട്ടുകാർ 20 ലക്ഷം രൂപ തിരിച്ചും കൊടുത്തു. അവർക്ക് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ തിരിച്ചും കൊടുത്തു. അങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ. പക്ഷേ എന്തായാലും വലിയ തോതിലാണ് തമിഴ്നാട്ടിൽ ഈ ഒരു ഇത്. അപ്പോൾ ഇനി കരൂരിലെ സംഭവത്തോടു കൂടി വിജയ് BJPയിൽ ചേരുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ വിജയ് BJPയിൽ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അണ്ണാമലയുടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭാവി വലിയൊരു ഇരുണ്ടതായിരിക്കും. അങ്ങനെ വരുമ്പോൾ അണ്ണാമലയെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേന്ദ്രത്തിൽ മന്ത്രിയാക്കുമോ അല്ലെങ്കിൽ രാജ്യസഭ MP ആക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ രാജ്യസഭ MPയോ അല്ലെങ്കിൽ മറ്റേ മന്ത്രിയോ ഒക്കെ ആക്കിയില്ലെങ്കിൽ അണ്ണാമലയുടെ രാഷ്ട്രീയ ജീവിതം
ഇതോടുകൂടി അടയും. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ കൃഷി ചെയ്ത് ജീവിക്കുന്നത്. സി പി രാധാകൃഷ്ണനെ പോലെയുള്ള ഇന്ത്യൻ വൈസ് പ്രസിഡന്റായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന സി പി രാധാകൃഷ്ണനെ പോലെയുള്ള വലിയ സംഘപരിവാർ അല്ലെങ്കിൽ BJP നേതാവായിരുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ടാണ്, അവരുടെ വാക്കുകളെ പോലും കേൾക്കാതെയാണ് അണ്ണാമലയെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. അമിത്ഷായ്ക്കായിരുന്നു തമിഴ്നാട് ചുമതല. അപ്പോൾ അമിത്ഷായുടെ ഒരു രാഷ്ട്രീയം തമിഴ്നാട്ടിൽ വിജയിക്കും എന്ന് തന്നെയാണ്. പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. BJP തമിഴ്നാട് രാഷ്ട്രീയം എന്തുകാണെന്നറിയില്ല. ദക്ഷിണേന്ത്യ ഇപ്പോഴും BJPക്ക് ഒരു ബാലികേറ മല തന്നെയാണ്. അത് കർണാടക എടുത്താൽ ഇടയ്ക്ക് മാറിയും തിരിഞ്ഞും വരും, ആന്ധ്ര എടുത്താൽ പിന്നെ തെലുങ്കാന എടുത്താൽ, കേരളം എടുത്താൽ, ഗോവ പിടിച്ചു അവർ നന്നായി കൊണ്ടുപോകുന്നു. അതേസമയം ബാക്കി സ്റ്റേറ്റുകൾ, കർണാടക ആയാലും ഹൈദരാബാദ് ആയാലും കേരളമായാലും തമിഴ്നാടായാലും 3-4 സ്റ്റേറ്റുകൾ ഇപ്പോഴും ബാലികേറ മല തന്നെയാണ്. ആ ബാലികേറ മലയിൽ നിന്ന് എങ്ങനെ കയറാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരുന്നത്. അതങ്ങനെയാണ് അണ്ണാമലയൊക്കെ രാഷ്ട്രീയത്തിൽ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് അണ്ണാമല തന്നെ പരാജയപ്പെടുന്നൊരു അണ്ണാമലയായി മാറുന്നു. അദ്ദേഹം പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. ഞാൻ കൃഷി ചെയ്തെങ്കിലും ജീവിക്കും, ഞാൻ എന്നെ ഇനി ആരും പീഡിപ്പിക്കേണ്ട എന്നുള്ള. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ച് ഏതെങ്കിലും പൊസിഷൻ കൊടുക്കുമോ, കേന്ദ്രത്തിൽ പാർട്ടി നേതൃത്വം കൊടുക്കുമോ, അഥവാ അല്ലെങ്കിൽ രാജ്യസഭ MP ആക്കുമോ, അഥവാ മന്ത്രിയാക്കുമോ, എന്താണ് BJPക്ക് അണ്ണാമലയ്ക്ക് കേന്ദ്രത്തിൽ കാത്തിരിക്കുന്നത് മാത്രമേ അറിയാനുള്ളൂ. കാര്യം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അണ്ണാമലയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അത് വലിയ സാധ്യതയില്ല. മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് വരെ ആകാൻ സാധ്യതയുള്ള രീതിയിലുള്ള വലിയ ഹൈപ്പിലാണ് അണ്ണാമല വന്നത്. അവിടെ വന്ന ഹൈപ്പ് അതുപോലെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അണ്ണാമലയുടെ കാര്യം വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും വിജയിയുടെ രാഷ്ട്രീയം അവിടെ കയറി വരുന്നുണ്ട്. വിജയ് ഇപ്പം നവംബർ ഡിസംബർ മാസങ്ങളിൽ വിജയ് എല്ലാ എല്ലാ പ്രദേശങ്ങളിലും പോയി ജാഥയൊക്കെ നടത്തുകയാണ്. അയാളുടെ പഴയ ഒരു എന്താ പറയുക, ജാഥ എന്ന് പറയുമ്പോൾ പഴയ ഒരു പ്രചരണ പരിപാടി ഉണ്ടല്ലോ, ആ പ്രചരണ പരിപാടി വീണ്ടും അദ്ദേഹം സജീവമാക്കുകയാണ്, ഉഷാറാക്കുകയാണ്. സംസ്ഥാനം മുഴുവൻ അദ്ദേഹം പോകും. ഇതിനിടയിൽ BJPയുടെ നേതാക്കൾ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം വിജയെ കണ്ടിരുന്നു. എടപ്പാടി പളനിസ്വാമിയൊക്കെ AIDMKയുടെ നേതാക്കൾ കണ്ടിരുന്നു. വിജയിയെ AIDMK BJP മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് വിജയ് പിടി കൊടുത്തിട്ടില്ല. പക്ഷേ വിജയ് പറയുന്ന ന്യായം, നവംബർ ഡിസംബർ മാസങ്ങളിൽ ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ, ഇതെല്ലാം ചെയ്തതിന് ശേഷം ജനുവരിയിൽ ഞാനൊരു തീരുമാനമെടുക്കാം എന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ വിജയിയെ മുൻനിർത്തിയുള്ള ഒരു തേരോട്ടമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും അത് BJPക്കും DMKക്കും വലിയ സാധ്യതയുണ്ട്. അപ്പോഴും ഒരു ചോദ്യം തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട്. വിജയ് അങ്ങനെ കൊണ്ടുപോയി ഈ മുന്നണിയിൽ വന്നാലും വിജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ വിജയ്ക്ക് പുതിയതായിട്ട് വരുന്ന വിജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമോ? അതോ ഇപ്പോൾ ബീഹാറിലൊക്കെ നിതീഷ് കുമാറാണോ BJPയുടെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച നടക്കുന്ന പോലെ എങ്ങനെയായിരിക്കും ഇത് പോകുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ ഗുരുതരമായ ഗൗരവമായ രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയം പോകുന്നത്. അതിനിടയിൽ BJPയിലുണ്ടായ ഈ ആഭ്യന്തര കലാപം എങ്ങനെയാണ് നഷ്ടമുണ്ടാവുക എന്നറിയില്ല. അതിനെ നികത്തുന്നതിന് വേണ്ടി അണ്ണാമലയെ കേന്ദ്രത്തിലേക്ക് വലിക്കുമോ അല്ലെങ്കിൽ കൊണ്ടുപോകുമോ? അങ്ങനെ കൊണ്ടുപോയ ആ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറും. പക്ഷേ കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അത് അണ്ണാമലയ്ക്കും തമിഴ്നാടിനും BJPക്ക് ഗുണം ചെയ്യുമോ എന്ന് മാത്രമാണ് ഇനി നമുക്കിനി അറിയാനുള്ളത്. എന്തായാലും തമിഴ്നാട് BJP രാഷ്ട്രീയം വീണ്ടും ഒരു റൗണ്ട് കൂടി കലങ്ങി മറിയുകയാണ്. ഇത് തെളിയുമോ? അണ്ണാമല നേടുമോ? കേന്ദ്ര സർക്കാർ അണ്ണാമലയെ ഉൾക്കൊള്ളുമോ? അതോ കേന്ദ്ര പാർട്ടി അണ്ണാമലയെ കൊണ്ടുപോകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുമായി അണ്ണാമല മുന്നിൽ നിൽക്കുന്നു. അതോ പറഞ്ഞതുപോലെ കൃഷിയിലേക്ക് പോകുമോ?